ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരുന്നു അല്ലേ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസിലെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ക്ലാസ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് 2-3 പോയിൻറ്റ്സും കൂടി എന്ത് ചെയ്യാണ്ട് പറയാണ്ട് നമ്മൾ ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ് ഈസ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു സ്ട്രെയിറ്റ് ലൈൻസ്. രണ്ട് സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ ആദ്യമേ എഴുതുക. a1x + b1y + c1 = 0. അതുപോലെ a2x + b2y + c2 = 0. ഇതാണ് രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് അല്ലേ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു ലെറ്റ് x1 y1 be the point of intersection. നമ്മൾ x1 y1 ആണ് എന്ത് ചെയ്യുന്നത്, ഈ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നോക്കുന്നത്. ഓക്കെ, അപ്പം ഈ ലൈൻസിലെ പാസ് ചെയ്യുന്ന പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമ്മൾ x1 y1 എന്ന് കാണുന്നു. അതായത് ലെറ്റ് ദ ടു ലൈൻസ് ബി കട്ട് അറ്റ്, അങ്ങനെ പറയാം, ദ ടു ലൈൻസ് ബി കട്ട് അറ്റ് ഈ x1 y1 കട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് എന്താ വരിക? ഇറ്റ് വിൽ ബി a1x1 + b1y1 + c1 = 0. അതുപോലെ a2x1 + b2y1 + c2 = 0. ശരിയല്ലേ? ഇനി ഇത് എങ്ങനെ നമ്മൾ ആ രണ്ട് പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് വിൽ ബി x1 ഡിവൈഡഡ് ബൈ b1 c2 - b2 c1 = y1 ഡിവൈഡഡ് ബൈ c1 a2 - c2 a1 = 1 ഡിവൈഡഡ് ബൈ a1 b2 - a2 b1. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോയിൻറ്റ്സ് ആണ് നമ്മുടെ x1 y1 കിട്ടുന്ന പോയിൻറ്റ്സ്. ഓക്കെ, ആ x1 y1 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി b1 c2 - b2 c1 ഡിവൈഡഡ് ബൈ a1 b1 c2 - b2 c1 ഡിവൈഡഡ് ബൈ a1 b2 - a2 b1 c1 a2 - c2 a1 ഡിവൈഡഡ് ബൈ a1 b2 - a2 b1. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസിൽ നിന്ന് കിട്ടുന്ന x1 y1 ആണിത്. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, എന്നിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പോൾ x1 y1 കറക്റ്റ് നമുക്ക് അറിയുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. രണ്ടായാലും ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് b1 c2 - b2 c1 രണ്ടിലും ഡിനോമിനേറ്ററിൽ എന്താണ് a1 b2 - a2 b1 ആണ് കേട്ടോ. അത് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഇവിടെ ബി സിൻ്റെയും ഇവിടെ സി എൻ്റെയും ആണെന്ന് ഓർത്താൽ മതി. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവേഴ്സ് ആണെന്ന് കണ്ടാൽ മനസ്സിലാവുള്ളൂ. b1 c2 b2 c1 ഇവിടെ c1 a2 ഇവിടെ c2 a1 അല്ലേ. അത് അങ്ങോട്ടും കോൺവേഴ്സ് ആണ്. ഡിനോമിനേറ്ററിൽ a1 b2 - a2 b1. ഓക്കെ, ഇനി ഈ പറഞ്ഞ ഡിനോമിനേറ്ററിലെ a1 b2 - a2 b1 = 0 എന്ന് പറയുവാണെങ്കിൽ ദെൻ എന്താണ്, ഈ ഡിനോമിനേറ്റർ 0 ആണ്. അപ്പോൾ x1 y1 എന്തായിരിക്കും? അപ്പോൾ x1 y1 ഇൻഫിനിറ്റി ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഈ സ്ട്രെയിറ്റ് ലൈൻസ് എവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്? ഇൻഫിനിറ്റിയിൽ. അതായത് ദ ലൈൻസ് വിൽ ബി വാട്ട്? ദ ലൈൻസ് വിൽ ബി പാരലൽ. ഈ പാരലൽ ലൈൻസ് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ലല്ലോ, ഇൻഫിനിറ്റിയിലല്ലേ പോയിട്ടല്ലേ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനം 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഈ ലൈൻസ് പാരലാണെന്ന് പറയാം. അതായത് x1 y1 എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ ആ ലൈൻസ് പാരലാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ക്ലിയർ? അപ്പോൾ ഇതാണ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് കൺകറൻസി ഓഫ് 3 ലൈൻസ്. ഓക്കെ, അടുത്താണ് കൺകറൻസി ഓഫ് 3 ലൈൻസ്. 3 ലൈൻസിൻ്റെ കൺകറൻസി എങ്ങനെയാണെന്ന് നോക്കാം. കൺകറൻസി ഓഫ് 3 ലൈൻസ്. അപ്പോൾ ഇവിടെ നേരത്തെ പോലെ 3 ലൈൻസ് ഉണ്ടാവും അല്ലേ. a1x + b1i + c1 = 0, a2x + b2y + c2 = 0, അതുപോലെ a3x + b3y + c3 = 0. അപ്പോൾ 3 ലൈൻസ് കൺകറൻ്റ് ആവുക, അല്ലെങ്കിൽ ഇഫ് ദേ ആർ ഹാവിങ് എ കോമൺ പോയിൻറ്റ്, ഒരു പോയിൻ്റ് കോമൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടാൽ മതി. എന്താണ് അതിൻ്റെ ഡിറ്റർമിനൻ്റ് =0 എന്ന് കണ്ടാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ 3 ലൈൻസിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്, അത് =0 ആണെങ്കിൽ കൺകറൻ്റ്, അല്ലെങ്കിൽ അത് കൺകറൻ്റ് അല്ല. ഓക്കെ, അതിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനും കാര്യങ്ങളൊന്നും കാണാൻ നിൽക്കണ്ട.
ജസ്റ്റ് ഇത് മാത്രം പഠിച്ചാൽ മതി. A1 B1 C1 ഇതിൻ്റെ അകത്ത് കിട്ടുമല്ലോ A1 B1 C1. അതുപോലെ A2 B2 C2 A3 B3 0. ഈ ഡിറ്റർമിനൻ്റ് എത്ര ആയാൽ മതി? 0. അപ്പോൾ ഇത് 0 ആണെങ്കിൽ നമുക്ക് പറയാം ഈ 3 ലൈൻസും എന്താണ്? കൺകറൻ്റ് ആണ്. ഒരു കോമൺ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഉണ്ട്. ക്ലിയർ? അപ്പോൾ ശരിക്കും കൺകറൻ്റ് മീനിങ് എന്ന് വെച്ചാൽ ഒരു 2 ലൈൻസിൻ്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് തേർഡ് ലൈനിനെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലാണ് ഈ കൺകറൻസി എന്ന് പറയാം. ഓക്കെ, അത് കൺകറൻസി അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡിറ്റർമിനൻ്റ് എന്തായാൽ മതി? 0 ആയാൽ മതി. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം തരാം. ഓക്കെ, പ്രോബ്ലം ഈസ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ലൈനാണ് കാണേണ്ടത്. പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ലൈനിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻ്റാണ് കാണേണ്ടത്. ഏതൊക്കെ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2x + 3y - 4 = 0. അതുപോലെ 4x - 3y + 19 = 0. 2 ലൈൻസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺകറൻസി കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏത് പോയിൻറ്റ്സിലാണ് കാണേണ്ടത്? അതായത് നമ്മൾ x1 ഉം y1 ആണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ x1 ഉം y1 ഉം കാണാനുള്ള ഇക്വേഷൻ നമ്മളൊന്നെങ്കിലും യൂസ് ചെയ്യുക. എന്താണ്? B1 C2 - B2 C1 ഡിവൈഡഡ് ബൈ A1 B2 - A2 B1 അല്ലെങ്കിൽ C1 A2 - C2 A1 ഡിവൈഡഡ് ബൈ A1 B2 - A2 B1. ക്ലിയർ? അപ്പം നമ്മൾ നേരത്തെ പോലെ എന്ത് ചെയ്യുക? C1 A1 B2 C1 C1 അപ്ലൈ ചെയ്യുക അല്ലേ? അപ്പം B1 ഇതാണ് നമ്മൾ A1, ഇതാണ് B1, ഇതാണ് C1, ഇതാണ് A2, ഇത് B2, ഇത് C2. ഓക്കെ, അപ്പോൾ B1 C2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 1 3 മൈനസ് B2 C1 എന്ന് പറഞ്ഞാലോ B2 - 3 × -4. അപ്പോൾ അത്ര വരും 12. അപ്പോൾ 3 - 12 ഡിവൈഡഡ് ബൈ A1 B2. ഇത് രണ്ടിലും കോമൺ അല്ലേ? അപ്പോൾ ഇവിടുന്ന് കണ്ടുപിടിക്കാം. A1 B2 - A2 B1 എന്ന് പറഞ്ഞാൽ A1 എന്ന് പറഞ്ഞാൽ 2, B2 എന്ന് പറഞ്ഞാൽ -3. അപ്പോൾ എത്രയാണ്? -6 മൈനസ് A2 എന്ന് പറഞ്ഞാൽ 4, B1 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ -4 × 3. അപ്പോൾ -6 - 12. അപ്പോൾ എത്രയാണ്? -18 കോമ ഇവിടെയും -18 വരും അല്ലേ? പിന്നെ C1 A2 ആണ് കാണേണ്ടത്. ഇത് C1 -4 4. അപ്പോൾ എത്ര? -16 മൈനസ് C2 A1. C2 എന്ന് പറഞ്ഞാൽ 19 × 2 18 28 അല്ലേ? അല്ല 38. ഓക്കെ, അപ്പം വാട്ട് വിൽ ബി ഗെറ്റിംഗ്? -9 ബൈ -18 കോമ you will be getting -16 -38 by 18 അല്ലേ? സോ ഇറ്റ് വിൽ ബി ഇതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലെറ്റ് മി ചെക്ക് വിത്ത് അതർ വൺ. ഓക്കെ, ഇതിൽ എടുത്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഇൻ്റർസെക്ഷൻ ലൈൻ നമ്മൾ നേരത്തെ സ്ലോപ്പ് ഇക്വേഷൻ ഇത് വെച്ചില്ലേ, ഇത് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ഇതാണ് കുറച്ചുകൂടി ബെറ്റർ സോൾവ് ചെയ്യാൻ കേട്ടോ. ഇത് വരുമ്പോൾ കുറച്ച് TDS ആണ് പ്രോസസ്സ്. ഇതാണ് കുറച്ചുകൂടി ബെറ്റർ ആവുക. ഓക്കെ, നമുക്ക് കാരണം വെച്ചാൽ അത് കട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് വെച്ച് ചെയ്യാം. ഇതവിടെ നിൽക്കട്ടെ. ഇത് വെച്ചാലും കിട്ടും, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഞാൻ എന്തായാലും ഈ മെത്തേഡാണ് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ 2x + 3y - 4 = 0, 4x - 3y + 19 = 0. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ എന്താണ്? x1 ഡിവൈഡഡ് ബൈ B1 C2 - B2 C1 = y1 ഡിവൈഡഡ് ബൈ C1 A2 - C2 A1 = 1 ഡിവൈഡഡ് ബൈ A1 B2 - A2 B1. മറ്റേത് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഞാനിന്ന് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടെ. അതിലെന്തോ ചെയ്യുമ്പോൾ ഇപ്പോൾ എന്തോ എറർ വന്നു പോയി കേട്ടോ. അപ്പോൾ x1 അല്ല, ഇവിടെ x അല്ലേ? നമുക്ക് എക്സും വൈ അല്ലേ കാണണ്ടേ? അപ്പോൾ x ഡിവൈഡഡ് ബൈ B1 C2. B1 എന്ന് പറയുന്നത് ഇതല്ലേ? അപ്പോൾ B1 C2 എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എത്ര കിട്ടി? 12 അല്ലേ? എത്ര കിട്ടി നമുക്ക്? 12 അല്ലേ കിട്ടി. അപ്പോൾ 12 B1 ഇതാണല്ലേ? അപ്പോൾ B1 ഇത് C2. ഓക്കെ, അപ്പോൾ 19 × 3 അത് എത്ര കിട്ടി? 27 57 മൈനസ് B2 C1. B2 C1 എന്ന് പറഞ്ഞാൽ ഇത് B2 ഇത് C1. അപ്പോൾ ഇത് 12. കറക്റ്റ്. ഇപ്പോൾ ഓക്കെ കേട്ടോ. y ഡിവൈഡഡ് ബൈ C1 A2. C1 എന്ന് പറഞ്ഞാൽ ഇത് -4. ഈ മെത്തേഡ് ആട്ടോ കുറച്ചുകൂടി നല്ലത്. ഈ ഇക്വേഷൻ പഠിക്കുന്നതായിരിക്കും നല്ലത്. -16 മൈനസ് C2 A1.
അതാണ് കുറച്ചുകൂടി എളുപ്പം കേട്ടോ. നിങ്ങൾ ഇത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ C2 19 × 2 അപ്പോൾ എത്രയാണ് 37. കൺഫ്യൂഷൻസ് ക്ലിയർ ആവുന്നുണ്ട്. ഇതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ A1 B2 A1 ഇത് B2 അപ്പോൾ -6 മൈനസ് A2 B1 A2 എന്ന് പറഞ്ഞാൽ ഇത് A2 ഇത് B1 അപ്പോൾ -12. യെസ്, ദിസ് ഈസ് ദ ഗുഡ് മെത്തേഡ്. ഓക്കെ, നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ 57 - 12 45 ഡിവൈഡ് ബൈ y ഡിവൈഡഡ് ബൈ -16 - 18 എന്ന് പറഞ്ഞാൽ -54 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ -18. ഓക്കെ, ഇത് മൂന്നും നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യുകയും ചെയ്യാം. ദിസ് ഈസ് ഗുഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്താലും മതി. ഇത് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? x ഈക്വൽ ടു 45 ഡിവൈഡഡ് ബൈ 18 മൈനസ് അപ്പോൾ എത്ര കിട്ടും? 8 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ -15/6 അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? -5/2 എന്ന് കിട്ടും അല്ലേ. y ആണ് കൂട്ടുന്നതെങ്കിൽ -54 / -18 എന്ന് കിട്ടും. ഇറ്റ് വിൽ ബി 3. യെസ്, ഇതാണ് നല്ലത് കേട്ടോ. ഈ മെത്തേഡ് നല്ലത്. അപ്പോൾ പോയിൻ്റ് XY എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ എന്ത് കിട്ടും നമുക്ക്? -5/2 3. അപ്പോൾ നിങ്ങൾ അതും പഠിച്ചു വെച്ചോ. ബട്ട് സ്റ്റിൽ ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് മറ്റേത് ഫുള്ള് പഠിക്കേണ്ട ആവശ്യമില്ല. x ഡിവൈഡഡ് ബൈ B1 C2 - B2 C1 ഇവിടെ C1 A2 - A2 C1 എഴുതിയാൽ മതി. ഇവിടെ A1 B2 - B2 B1 ഇത് ചെയ്തോ കേട്ടോ. ഇതാ ബെറ്റർ. അപ്പോൾ ഇതാണ് ബെസ്റ്റ് മെത്തേഡ്. ഇത് ചെയ്താൽ മതി. പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പ്രോബ്ലംസാണ് നമുക്ക് ഇനിയും ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. നിങ്ങളുടെ സിലബസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ 2 സ്ട്രെയിറ്റ് ലൈൻസ്. 2 സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്താണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ 2 ലൈൻസ് എടുക്കുക. അപ്പോൾ 2 ലൈൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് y = m1 + x / c1 അതുപോലെ അടുത്തത് m2x + c2. m1 m2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് അതെന്താണ്? tan θ1. അതായത് m2 എന്താണ്? tan θ2. ഓക്കെ, അപ്പം ഈ 2 ലൈൻസ് വിത്ത് ദ സ്ലോപ്സ് m1 m2 ആണെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് tan θ. tan θ = m1 - m2 divided by 1 + m1 m2. ക്ലിയർ? ഇതാണ് നമ്മുടെ എന്ത് ആൻസർ. ഓക്കെ, അപ്പം tan θ = m1 - m2 divided by 1 + m1 m2. ഇനി ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഇതാണ് ആംഗിൾ, ഇതാണ് കണ്ടുപിടുക. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് ഓഫ് അതാണ് കേട്ടോ. tan ഇൻവേഴ്സ് ഓഫ് m1 - m2 divided by 1 + m1 m2. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇത് പ്ലസ് ഓർ മൈനസ് ആണ് ആക്ച്വലി. ഓക്കെ, അതായത് ഇത് പോസിറ്റീവ് ആവുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആംഗിൾ എക്യൂട്ട് ആവുമ്പോൾ അല്ലെങ്കിൽ തീറ്റ എക്യൂട്ട് ആവുമ്പോൾ. ഇത് നെഗറ്റീവ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആംഗിൾ എത്രയാണ്? ഒബ്റ്റ്യൂസ് ആവുമ്പോൾ. ഓക്കെ, അപ്പം അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ 2 ലൈൻസിനിടയിലുള്ള ആംഗിളുകളാണ് കാണുന്നതെങ്കിൽ എങ്ങനെ നോക്കാം? അപ്പോൾ നമ്മളിത് 2 ഇൻ്റർസെപ്റ്റ് 2 ലൈനുകൾ എന്നുള്ള നോക്കിയത്. ഇനി ഇതുപോലെ തന്നെ ഇഫ് യു ആർ ഹാവിങ് 2 ലൈൻസ് A1x + B1y + C1 = 0 അതുപോലെ A2x + B2y + C2 = 0 ആണെങ്കിൽ നമ്മളെ tan θ എന്താണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെയും നമ്മൾ ആ സ്ലോപ്പിൻ്റെ കാര്യം അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് m1 എന്ന് പറഞ്ഞാൽ എന്താണ്? -a1/b1. അതുപോലെ m2 എന്ന് പറഞ്ഞാൽ എന്താണ്? -a2/b2. ശരിയല്ലേ? അപ്പോൾ നമ്മളിവിടെയും tan θ = m1 - m2 divided by 1 + m1 m2. നമ്മൾ ഇങ്ങനെ ഇട്ടോ കേട്ടോ, മോഡുലസ് ഇട്ടോ. അപ്പോൾ നമ്മളിത് തീറ്റ എക്യൂട്ട് ആംഗിളാന്ന് കൺസിഡർ ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആംഗിൾ m1 - m2 divided by m1 + 2. അപ്പോൾ ഈ m1ന് പകരം നമ്മൾ -a1/b1 ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ആൻസർ പഠിക്കുക. അതായിരിക്കും നല്ലത്. ഇറ്റ് ഈസ് a1b2 - a2b1 divided by a1a2 + b1b2. ഇതാണ് ആൻസർ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് തീറ്റ എന്ന് പറയാം. തീറ്റ = tan ഇൻവേഴ്സ് ഓഫ് a1b2 - a2b1 divided by a1a2 + b1b2. This is your answer. Okay, modulus.
സോ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് A1 B2 മൈനസ് A2 B1 ഡിവൈഡ് ബൈ A1 A2 പ്ലസ് B1 B2. ഓക്കെ, ഇപ്പം ഈ നമ്മുടെ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനിലെ കോസ് തീറ്റയും ചിലപ്പോൾ എന്ത് ചെയ്യാം ചോദിക്കാം. ഓക്കെ, നേരത്തെ തന്ന ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനിലെ കോസ് തീറ്റയും ചിലപ്പോൾ ചോദിക്കാം. ഇനിയിപ്പോൾ കോസ് തീറ്റ എന്നും പറഞ്ഞാണ് ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എക്യൂട്ട് ആംഗിൾ ഈസ് ഓൾസോ ഗിവൺ ബൈ കോസ് തീറ്റ ഈക്വൽ ടു A1 A2 പ്ലസ് B1 B2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് B1 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് A2 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ. ഇത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ആ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്യുക. ഇനി അടുത്തത്, അപ്പോൾ ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് കാണേണ്ടത്. ഇനി രണ്ട് ലൈൻസ് തന്നാൽ അത് പാരലൽ ആണോ പെർപെൻഡിക്കുലർ ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നേരത്തെ പോലെ y ഈസ് ഈക്വൽ ടു m1x പ്ലസ് c1, അതുപോലെ y ഈസ് ഈക്വൽ ടു m2x പ്ലസ് c2. അപ്പോൾ രണ്ട് ലൈൻസ് പാരലാന്ന് പറഞ്ഞാൽ തീറ്റ 0 ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ടാൻ തീറ്റ 0, ടാൻ 0 0. അതായത് ടാൻ തീറ്റ പറയുന്നത് m1 മൈനസ് m2 ഡിവൈഡ് ബൈ 1 പ്ലസ് m1 m2 ഈക്വൽ ടു 0. ഇത് മൊത്തം 0 എന്ന് പറഞ്ഞാൽ പാരലാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് m1 ഈസ് ഈക്വൽ ടു m2. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ഇതേ ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുകയാണെങ്കിലോ തീറ്റ ഈക്വൽ ടു 90 ആണ്. അതായത് ടാൻ 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മൾ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ആവണം, ഇൻഫിനിറ്റി ആവണമെങ്കിൽ. അതായത് 1 പ്ലസ് m1 m2 ആണ് എന്ത് ചെയ്യേണ്ടത്? 0 ആവേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കൺക്ലൂഡ് ചെയ്യാം m1 m2 ഈക്വൽ ടു -1. ശരിയല്ലേ? അങ്ങനെയാണ് ഈ കണ്ടീഷൻ ഏതാണെന്ന് പറയുന്നത്? പാരലലാണെന്ന് പറയുന്നതും ഈ കണ്ടീഷനിൽ എന്താണെന്ന് പറയുന്നത്? പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ പാരലൽ, രണ്ട് സ്ലോപ്പ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ആണ് കിട്ടുന്നതെങ്കിൽ എന്താണ്? പെർപെൻഡിക്കുലർ ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി ഒരു ലൈൻസിലെ പാരലലിസവും നമ്മളെ പെർപെൻഡിക്കുലറും നമുക്ക് കാണാനുള്ള വേറെ രണ്ട് മെത്തേഡ് ഉണ്ട്. രണ്ട് മെത്തേഡല്ല, വേറെ ഒരു വഴികളാണ്. ഓക്കെ, ആ വഴികൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടെണ്ണം ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് പറയാം. ഓക്കെ, അത് പറയുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മൾ ഫസ്റ്റത്തെ നേരത്തെ പറഞ്ഞ ഇക്വേഷനില്ലേ, ആ ഇക്വേഷൻ്റെ തന്നെ ഈ ഫോം എടുക്കുക. അതായത് a1x പ്ലസ് b1y പ്ലസ് c1 ഈക്വൽ ടു 0ഉം a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0 ഉള്ള ഫോം എടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നുള്ള ടാൻ തീറ്റ എന്തായിരുന്നു? ഇറ്റ് ഈസ് a1 b2 മൈനസ് a2 b1 ഡിവൈഡഡ് ബൈ a1 a2 പ്ലസ് b1 b2 ആയിരുന്നല്ലോ അല്ലേ? അപ്പോൾ ഈ ലൈൻസ് പാരലാണെങ്കിൽ തീറ്റ 0 ആവണം, അല്ലെങ്കിൽ ടാൻ 0 ടാൻ തീറ്റ എന്താണോ 0 ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? a1 b2 ഈക്വൽ ടു a2 b1. ശരിയല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം a1 ബൈ a2 ഈക്വൽ ടു b1 ബൈ b2. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ പാരലലിസം. ഇതാണ് ഏതിൻ്റെ കണ്ടീഷൻ? പാരലലിസത്തിൻ്റെ കണ്ടീഷൻ. രണ്ട് ലൈൻസ് പാരലൽ ആവാനുള്ള കണ്ടീഷനാണ് a1 ബൈ a2 ഈക്വൽ ടു b1 ബൈ b2. ക്ലിയർ? അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു ലൈന് ഒരു ലൈൻ ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0ൻ്റെ ഒരു ലൈൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് പാരലായിട്ടുള്ള ഒരു ലൈൻ്റെ ഇക്വേഷൻ കാണാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി a1x പ്ലസ് b1y പ്ലസ് c1 ഈക്വൽ ടു 0. ശരിയല്ലേ? അതായത് ഈ ലൈനിൻ്റെ പാരലൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ ഇത് എഴുതേണ്ട നിങ്ങൾ, ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എന്താ എഴുതിയാൽ മതി? ax പ്ലസ് by പ്ലസ് d ഈക്വൽ ടു 0. ഇതിലൊന്നും മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഏതിന് മാത്രമേ മാറുള്ളൂ? ഈ കോൺസ്റ്റൻറ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? മാറുന്നുള്ളൂ. ക്ലിയർ? അപ്പം രണ്ട് ലൈൻസ് സ്ട്രെയിറ്റ് ലൈൻസ് പാരലൽ ആണെന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കോൺസ്റ്റൻറ്റ് ടേം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ ax പ്ലസ് by
ഇപ്പോൾ ഫോർ എനി ലൈൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ 0 ഇതിൻ്റെ പാരലൽ ലൈൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ആൻസർ. എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് കെ ഈക്വൽ 0. ഓക്കെ, അപ്പം അതാണ് നമ്മളതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇത് തന്നെ നമ്മൾ പെർപെൻഡിക്കുലാരിറ്റി നോക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് ലൈൻസ് തന്നു അല്ലേ, ഈ രണ്ട് ലൈൻസ് അല്ല, നേരത്തെ പറഞ്ഞ പോലെ ഇത് ഏതൊക്കെ a1x പ്ലസ് b1y പ്ലസ് c1 ഈക്വൽ 0, a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ 0 തന്നു. ഇത് പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ നമ്മളെ ടാൻ തീറ്റ എത്രയാവണം? ഇൻഫിനിറ്റി ആവണം. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? a1 b2 മൈനസ് a2 b1 ഡിവൈഡ് ബൈ a1 a2 പ്ലസ് b1 b2. ഇത് ഇൻഫിനിറ്റി ആവാന്ന് പറഞ്ഞാൽ ഈ സാധനം എന്താണ്? 0 ആവലാണ് അല്ലേ. അതായത് a1 a2 പ്ലസ് b1 b2 എന്താവണം? 0 ആവണം. ആ കണ്ടീഷനിലാണ് അത് പെർപെൻഡിക്കുലർ ആവുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അത് ഓർക്കുക, പെർപെൻഡിക്കുലറിൻ്റെ ആ കണ്ടീഷൻ ഓർക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്തത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ 0 ആണെങ്കിൽ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ലൈൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ എക്സാമ്പിൾ ചെയ്യുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇത്? കുറച്ച് പ്രൂഫിൽ നിന്ന് കിട്ടുന്നതാണ്. പ്രൂഫിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ തലപ്പോൾ പഠിക്കേണ്ട, നിങ്ങൾ അറിഞ്ഞിരുന്ന ആദ്യം ഇറ്റ് ഈസ് ബി എക്സ് മൈനസ് എ വൈ പ്ലസ് കെ ഈക്വൽ 0. നിങ്ങൾ എക്സിൻ്റെയും വൈൻ്റെയും കോയിഫിഷ്യൻറ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. അതാ എൻ്റെയും എ എടുത്ത് ഇപ്പുറത്ത് ചെയ്താൽ ബീൻ്റെ എടുത്തിട്ട് മൈനസ് സൈൻ പുട്ട് ചെയ്യുക, കഴിഞ്ഞു. ഓക്കെ, ഈ ബി എടുത്ത് ഇപ്പുറത്ത് ചെയ്താൽ എ എടുത്ത് ഇപ്പുറത്ത് ചെയ്താൽ മൈനസ് ചെയ്താൽ ഇതാണ് പെർപെൻഡിക്കുലർ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് പാരലലിൻ്റെ ഇക്വേഷൻ, ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ? പെർപെൻഡിക്കുലറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും വെച്ചിട്ട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാരലലിൻ്റെയും പെർപെൻഡിക്കുലറിൻ്റെയും കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാൻ വേണ്ടിയുള്ളത്. ഓക്കെ, ഇനി 2-3 പ്രോബ്ലം നോക്കാം. രണ്ട് ലൈനുകൾ 2x മൈനസ് വൈ പ്ലസ് 1 ഈക്വൽ 0, എക്സ് മൈനസ് 3y പ്ലസ് 2 ഈക്വൽ 0. ഓക്കെ, ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ കാണാനാണ് ക്വസ്റ്റ്യൻ. ആംഗിൾ കാണാൻ നമുക്കിതിൻ്റെ ആദ്യം സ്ലോപ്പ് കാണുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ. അപ്പോൾ m1 കാണാം m2 കാണാം. m1 എന്ന് പറയുന്നത് എന്താ? മൈനസ് എ ബൈ ബി. അപ്പോൾ മൈനസ് 2 ബൈ മൈനസ് 1. m2 മൈനസ് 1 ബൈ മൈനസ് 3. സോ ആൻസർ വിൽ ബി ഇവിടെ 2, ഇവിടെ 1 ബൈ 3. ഓക്കെ, ഇനി ഇതിൻ്റെ ആംഗിൾ എങ്ങനെ കാണും? ടാൻ തീറ്റ ഉപയോഗിച്ചിട്ട്. ടാൻ തീറ്റ എന്താ? m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2. So it will be 2 minus 1 by 3 divided by 1 plus 2 into 1 by 3. Clear? So it will be 3 minus 2. 1 divided by 5, 1 divided by 3 divided by 3 plus 2 divided by 3. The cut type answer will be what? 5 by 5. So your answer will be 1. അപ്പോൾ ടാൻ തീറ്റയാണ് 1 കിട്ടിയത്. അതിൻ്റെ അർത്ഥം തീറ്റ എത്രയാണ്? 45 ആണ്. ഓക്കെ, ഈ ഒരു ലെവലുള്ള ചോദ്യങ്ങളൊക്കെ എന്തായാലും പ്രതീക്ഷിക്കുക. ആംഗിൾ കാണാൻ വേണ്ടിയിട്ടേ ഈ ഒരു ലെവലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. അതുപോലെ രണ്ട് ലൈനുകൾ നിങ്ങൾക്ക് തരുവാണ്. എക്സ് മൈനസ് √3y ഈക്വൽ ടു 1ഉം അതുപോലെ √3x മൈനസ് y മൈനസ് 2 ഈക്വൽ ടു 0 തരുവാണ്. ഈ -1 ഉള്ളത് ഇപ്പുറത്ത് എഴുതിക്കും, -1 ഈക്വൽ 0. അപ്പോൾ ഇങ്ങനെ തരുവാണെങ്കിൽ നമ്മളിവിടെ a1 b1 c1 എന്നറിയാമല്ലോ. ഇതിൻ്റെ സ്ലോപ്പ്, ഇതിൻ്റെ ആംഗിൾ എങ്ങനെ കാണാം? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു a1 b2 മൈനസ് a2 b1 ഡിവൈഡഡ് ബൈ a1 a2 പ്ലസ് b1 b2 അല്ലേ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? തീറ്റ എത്രയാണെന്ന് കണ്ടാൽ മതി. ഓക്കെ, അപ്പം പിന്നെ എന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇതല്ലെങ്കിൽ തീറ്റ എക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? കോസ് തീറ്റ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ടാലും കാണാം. ഏതാണ്? a1 a2 പ്ലസ് b1 b2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ ഇൻറ്റു a2 സ്ക്വയർ പ്ലസ് b2 സ്ക്വയർ. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? തീറ്റ കാണാം. നിങ്ങൾ ഇത് ഉപയോഗിച്ചൊന്ന് ചെയ്ത് നോക്കിക്കോ. ആൻസർ തീറ്റ 30 വരിക കേട്ടോ. പ്ലസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എളുപ്പത്തിൽ കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യനാണ് 4x മൈനസ് 7y ഈക്വൽ ടു 2. അതുപോലെ 7x പ്ലസ് 4y ഈക്വൽ ടു 5.
നമ്മൾ റൈറ്റ് ആംഗിൾസിൽ ഈക്വേഷൻ ആണെന്ന് കാണിക്കണം. റൈറ്റ് ആംഗിളിലാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ രണ്ടിൻ്റെ സ്ലോപ്പ് എന്താണ്? ഈക്വൽ ടു -1 ആണ്. അങ്ങനെയാണോ നോക്കാം. m1 എന്ന് പറഞ്ഞാൽ -a/b -4/-7 ഇൻറ്റു m2 എന്ന് പറഞ്ഞാൽ -7/4. അപ്പോൾ നോക്കാം 4/7 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു ഇത് രണ്ടും കട്ടായി പോവും. ഇവിടെ ഒരു -1 വരും. ആൻസർ വിൽ ബി -1. ശരിയാണ് അല്ലേ? ഇനി അപ്പം പെർപെൻഡിക്കുലർ ആണ് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ റൈറ്റ് ആംഗിൾ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? m1 m2 എന്താണെന്ന് അറിയണം. -1 ആണെന്ന് പ്രൂവ് ചെയ്യണം. ക്ലിയർ? അതിപ്പോൾ ഏത് സ്ലോപ്പ് എടുത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം. m1 = m2 ആണെങ്കിൽ അത് പാരലൽ ലൈൻ. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ ചെയ്യാം. 6x - 7y = ലൈൻ. അപ്പോൾ ഈ ലൈനിന് പാരലായിട്ടുള്ള ഇക്വേഷൻ കാണാം. ആൻഡ് ഇറ്റ് ഈസ് പാസിങ് ത്രൂ ദ പോയിൻറ്റ്. ഏത് ലൈനിലെ പോയിന്റിൽ പാസ് ചെയ്യുന്നത്? -2 3ലാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാരലൽ ലൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി 6x - 7y + k = 0 അല്ലേ? അപ്പം ഇതിൻ്റെ ഇത് ഇങ്ങനെയല്ല ഉണ്ടാവുക. 6x - 7y -8 ഇങ്ങോട്ട് എടുക്കുമ്പോൾ -8. അപ്പോൾ ഈ ലൈനിന് പാരലായിട്ടുള്ള ലൈനാണിത്. ശരിയല്ലേ? അപ്പോൾ നമ്മളോട് കാണാൻ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? k കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ k നമുക്ക് എങ്ങനെ കാണാം? 6x - 7y + k = 0. അപ്പോൾ k എക്സും വൈൻ്റെ സ്ഥലത്ത് ഈ പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 6 × -2 -12 -7 × 3 21 + k = 0. ക്ലിയർ? അപ്പം ആൻസർ എന്ത് വരും? ആൻസർ എന്താ വരിക? അത് പോയിൻറ്റ്സ് -3 കൊടുത്തു കേട്ടോ, -3. അപ്പോൾ ആൻസർ എന്ത് വരും? ഇവിടെ -3 കൊടുക്കുമ്പോൾ +21. അപ്പോൾ 9 + k = 0 അല്ലെങ്കിൽ k = എന്താണ്? -9. അപ്പോൾ ഇതിൻ്റെ പാരലായിട്ടുള്ള ഇക്വേഷൻ ഏതാ വരിക? 6x - 7y -9 = 0. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് പെർപെൻഡിക്കുലർ കാണുമ്പോൾ എങ്ങനെ കാണും? ഒരു ലൈൻ തരുന്നു. 2x + 3y = 5 പാസിങ് ത്രൂ ദ പോയിൻറ്റ് 4 5ലാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയ ലൈൻ എങ്ങനെ വരിക? ഇറ്റ് വിൽ ബി നമ്മൾ പഠിച്ചില്ലേ, ax + by + c = 0 എന്ന് പറഞ്ഞാൽ bx - ay + k = 0. അപ്പോൾ ഇതുപോലെ ഇവിടെ എന്താ വരിക? ഇറ്റ് വിൽ ബി 3x - 2y + k = 0. ഓക്കെ, ഇനി ഈ ലൈനിലേക്ക് നമ്മൾ ഈ പോയിൻറ്റ്സ് പുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 3 × 4 - 2 × 5 + k = 0. സോ 12 - 10 + k = 0. ദെൻ k + 2 = 0. k = എന്താണ്? -2. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ വരിക? 3x - 2y -2 = 0. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ. ക്ലിയർ? അപ്പോൾ പാരലാണ് അങ്ങനെ ചെയ്യണം, പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ മെത്തേഡ്. ഇതുപോലത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസൊക്കെ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റ്സും നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിന് ആവശ്യമുള്ള പോയിൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആ സിലബസ് എടുത്തൊന്ന് വെരിഫൈ ചെയ്യുവാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻസ് പഠിച്ചു, സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം പറഞ്ഞു, ഇൻ്റർസെപ്റ്റ് ഫോം പറഞ്ഞു, ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്, കണ്ടീഷൻ ഫോർ 2 ലൈൻസ് ടു ബി പെർപെൻഡിക്കുലറും പാരലലും പറഞ്ഞു. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കോർഡിനേറ്റ് ജോമെട്രി സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ ഇത് ഫുള്ളായി, ഇതും കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. എല്ലാ പോയിൻറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു പോയിൻ്റ് പോലും വിട്ടിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏത് ടോപ്പിക്കാണ്? ദാറ്റ് ഈസ് ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനുമാണ്. ഓക്കെ, ബാക്കി മാർക്ക് ഫെച്ച് ചെയ്യുന്ന നല്ല നല്ല ടോപ്പിക്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുക. ഒരുപാട് പ്രോബ്ലംസ് എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഡിഫറൻസിയേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഡിഫറൻസിയേഷനിൽ തന്നെ ആദ്യം ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ആണ് ഏത്? ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സോടെ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.